നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പാലക്കാട് ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. വീഡിയോ പ്രചരിക്കുന്നത് ശരിയല്ലെന്നും കുട്ടികളെ ശിക്ഷിച്ച് പരിഹരിക്കാവുന്നതല്ല പ്രശ്നങ്ങളെന്നും പറഞ്ഞ മന്ത്രി നിലവിലുള്ള ഉത്തരവ് പ്രകാരം ക്ലാസ് മുറിയിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ലെന്നും അധ്യാപകർ ചെയ്തത് നിലവിലുള്ള ഉത്തരവ് പാലിക്കുക എന്നതാണെന്നും സാധാരണ രീതിയിൽ കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പെരുമാറ്റമാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വീഡിയോയിൽ നിന്ന് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ല. മാർച്ചിൽ നടത്തേണ്ട പരീക്ഷാ ചെലവിനുള്ള പണം സ്കൂളിൽ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം. മാർച്ച് 3-നാണ് പരീക്ഷ തുടങ്ങുന്നത്. +1 വിദ്യാർത്ഥി അധ്യാപകനെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ. ആ വീഡിയോ പ്രചരിച്ചത് സ്കൂളിൽ നിന്നല്ലെന്നും വിദ്യാർത്ഥിയുടെ വീഡിയോ പകർത്തിയത് അച്ഛന് അയക്കാനെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. കുട്ടിയുടെ സ്വഭാവത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നുവെന്നും കുട്ടിക്ക് ചെയ്ത തെറ്റ് മനസ്സിലായി ക്ഷമ ചോദിച്ചുവെന്നും കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പാൾ പറഞ്ഞു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും ബാലാവകാശ കമ്മീഷനും വിശദീകരണം തേടിയപ്പോഴാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. പാലക്കാട് ഏലപ്പുള്ളി പഞ്ചായത്തിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിന് പിന്നിൽ വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. നിയമസഭയിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. കേരളത്തിൽ മദ്യനിർമ്മാണ കമ്പനി വേണ്ടെന്ന് തീരുമാനിച്ച് നയനാർ സർക്കാരാണെന്നും പിന്നീട് വന്ന സർക്കാരുകളെല്ലാം അത് പാലിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ എന്താണ് നിർബന്ധമെന്നും അദ്ദേഹം ചോദിച്ചു. ഏലപ്പുള്ളി ബ്രൂവറിക്കെതിരായ സമരത്തിൽ BJPയിൽ ഭിന്നത. സമരത്തെക്കുറിച്ച് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും വ്യവസായങ്ങൾക്കെതിരെയുള്ള സമരം അനാവശ്യമാണെന്നും BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ പറഞ്ഞു. ഇക്കാര്യം പാർട്ടിയിൽ അറിയിക്കുമെന്നും N ശിവരാജൻ പറഞ്ഞു. കൂത്താട്ടുകുളത്തെ പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. പോലീസുകാരെ ഭീഷണിപ്പെടുത്തൽ, പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിൽ പോലീസ് നടപടി വൈകുന്നു എന്ന് ആരോപിച്ചായിരുന്നു പോലീസ് സ്റ്റേഷൻ ഉപരോധം. വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ പ്രതിരോധത്തിലായതിനു പിന്നാലെ UDF സഹായം വാഗ്ദാനം ചെയ്തെന്ന കലാരാജുവിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കൂത്താട്ടുകുളം നഗരസഭയിലെ വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPMുമായി ഒരു തരത്തിലുള്ള നീക്കുപോക്കുമില്ലെന്ന് കൗൺസിലർ കലാരാജു. ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രമാണ് താൻ രഹസ്യമൊഴി കൊടുക്കാൻ കോടതി